ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചാണ്. ഈ വിഷൻ ബോർഡൊക്കെ ആക്ച്വലി വർക്ക് ആവുമോ, ഇതൊക്കെ ഉള്ളതാണോ, അങ്ങനെ കുറേ സംശയങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. ഈ വിഷൻ ബോർഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ക്ലൂ ഇല്ലാത്ത ആളുകളുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും എന്താണ് ഈ വിഷൻ ബോർഡ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയുള്ള ആളുകളാണ്. എനിക്കിന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും അധികം എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലാസ്റ്റ് ഇയറിലെ വിഷൻ ബോർഡ് എടുത്ത് നോക്കി. ലാസ്റ്റ് ഇയറാണ് ഞാൻ പ്രോപ്പറായിട്ട് ഇരുന്നിട്ടൊരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയത്. അതിനകത്തുള്ള ഒറ്റ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നു. ഞാൻ ഇന്നാണ് അത് ശരിക്കും ഇരുന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്തത്. അതിൽ ഈ നടക്കാതെ പോയൊരു കാര്യമുണ്ടല്ലോ, അത് ഞാൻ വഴിയിൽ വെച്ച് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചൊരു കാര്യം. അതായത് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഒരു പ്ലാൻ എടുത്തു മാറ്റിയൊരു കാര്യം വെച്ച്, അതായത് ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിഷൻ ബോർഡ് വർക്ക് ആയെന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റിയോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് എന്തുകൊണ്ട് എല്ലാവരോടും ഷെയർ ചെയ്തുകൂടാ. കാരണം ന്യൂ ഇയർ ആവുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റായിട്ടും പുതിയ വർഷത്തിൽ കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം, ഈ വർഷം നടക്കാതെ പോയതൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനെയുള്ള തോട്ടിലൊക്കെ ഇരിക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സയൻസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം. ആക്ച്വലി വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന ഒരു GPS ആണ്. കറക്റ്റായിട്ടൊരു സ്ഥലം കൃത്യമായിട്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുത്താൽ GPS-ന് കുറച്ചും കൂടി എളുപ്പമാണ് അങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ കാണിക്കാനും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും. ഈ പറയുന്ന പോലെ നമ്മുടെ ബ്രെയിനിനും കൃത്യമായിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു പരിപാടിയാണ് ആക്ച്വലി വിഷൻ ബോർഡ്. നമ്മൾ പറയില്ലേ, നമുക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ളത് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ കുറേ പണിയെടുക്കുന്നുണ്ട്. അത് കോൺഷ്യസ്ലി അല്ലാതെ തന്നെ പല കാര്യങ്ങളും പല പാറ്റേണുകളും പിക്ക് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാതിരുന്ന ഓപ്പർച്യൂണിറ്റീസ് കാണും, ഇതുവരെ കാണാതിരുന്ന പുതിയ സംഭവങ്ങൾ നമ്മൾ കണ്ടെത്തും. അപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെ അലൈൻഡ് ആയിട്ട് വരുന്നതെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ പോലും അറിയാണ്ട് നല്ല പണിയെടുക്കുന്നുണ്ട്. കാരണം അതിനെങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇതുപോലെ GPS ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷൻ ബോർഡിനെ നിങ്ങളൊരു GPS ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, വിഷൻ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. നമുക്ക് ഡിജിറ്റലി സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട വിഷ്വൽസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ഫിസിക്കലി ഉള്ളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡിജിറ്റലി പിൻട്രസ്റ്റിലാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ട് എൻ്റെ ഫോണിൽ ഈ ഒരു വർഷവും ഞാനതാണ് വാൾപേപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എവറി ഡേ ഇത് കാണാൻ പാകത്തിനാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷൻ ബോർഡ് ആ ഇമേജസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം വരാം. പക്ഷേ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ ഇരിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് കാര്യമുണ്ട്. അത് നമ്മുടെ ഇതുവരെയുള്ള ലൈഫ് ഒന്ന് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിലുള്ള ഓരോ ഏരിയാസിലും നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, നമ്മുടെ ഒരു കറണ്ട് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടുള്ളൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ ഒരു ഇമേജ്. ഇതിനെയാണ് വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കോച്ചിങ്ങിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഈ വീൽ ഓഫ് ലൈഫ് നോക്കിയാൽ അറിയാം, അതിന് കുറേ പാർട്സ് ഉണ്ടല്ലേ. അതിനകത്ത് 1 to 10 വരെ നമുക്ക് മാർക്ക് ചെയ്യാം ഓരോ ഏരിയയിലും. ഇതിനകത്ത് നമ്മുടെ കരിയർ ഉണ്ടായിരിക്കും, നമ്മുടെ ഫിനാൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനെ പല നമ്മുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഏരിയാസൊക്കെ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള ഓരോ ഏരിയയും എടുത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതിൽ നിങ്ങളുടെ ഒരു കറണ്ട് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കരിയറിൽ നിങ്ങൾ ഹാപ്പിയാണോ, മറ്റുള്ളവരുടെ കരിയറുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണ്ട ഒരു കരിയറിൻ്റെ ഗ്രോത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് 10ൽ 10 മാർക്കും കൊടുക്കണം. അതായത് ഏറ്റവും മുകളിൽ തന്നെ നമ്മളിത് മാർക്ക് ചെയ്യണം. ഇനി അങ്ങനെയല്ല, അതൊരു 2-ലൊക്കെ എത്തിയിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2-ൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഓരോന്നും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, നമ്മുടെ റിക്രിയേഷൻ ആയിക്കോട്ടെ, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന സമയം ആയിക്കോട്ടെ, ഓരോന്നും മാർക്ക് ചെയ്യാനുള്ള സ്പെസിഫിക് കോളംസ് ഉണ്ടല്ലോ. അപ്പം അതിനകത്ത് നമ്മുടെ കറണ്ട് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിനകത്തുള്ളത് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് വരച്ചെടുത്തിട്ടോ അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ്സിനെ നമ്മളൊന്ന് റൗണ്ടിലാക്കി നോക്കണം. ഈ പുറമേ ഉള്ള ഈ വീലിൻ്റെ ഷേപ്പ് കണ്ടല്ലോ, കൃത്യമായിട്ടുള്ളൊരു ഷേപ്പാണ്. അകത്ത് നമ്മുടെ പോയിന്റ്സിലൂടെ നമ്മൾ ഫില്ല് ചെയ്ത് വരയ്ക്കുന്നതാണ് നമ്മുടെ വീലിൻ്റെ ഷേപ്പ്. ആ വീലിൻ്റെ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവും
നമ്മൾ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, നമ്മുടെ വീൽ എവിടെയാണ് ചളങ്ങിയിരിക്കുന്നത്, പഞ്ചറായിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മുടെ കരിയറായിരിക്കും, ചിലർക്ക് നമ്മുടെ ഫിനാൻസിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഹെൽത്തിലായിരിക്കും. അപ്പോൾ ഏത് ഏരിയയിലാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ, മൾട്ടിപ്പിൾ ഏരിയാസ് ഉണ്ടായിരിക്കും, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീല് ഫില്ല് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ ഇത് നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 20,000 രൂപ കിട്ടുന്നൊരു ജോലിയാണുള്ളത്, നിങ്ങൾ അതിനകത്ത് ഭയങ്കര ഹാപ്പിയാണ് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിൽ 10ൽ 10 അല്ലെങ്കിൽ 10ൽ 9 നമുക്ക് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു 1,00,000 കിട്ടുന്ന ഒരു പോയിന്റിലേക്ക് എത്തണം എന്നാണ്. പക്ഷേ നിങ്ങൾ അതിലും താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ കുറച്ച് മാർക്ക് കൊടുക്കേണ്ടത്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീൽ ഓഫ് ലൈഫ് കൊണ്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മുടെ കോർ വാല്യൂസ് എന്ന് പറയുമ്പം ആരും നോക്കാനില്ലെങ്കിലും ആരും നമ്മളെ പണിഷ് ചെയ്യില്ല എന്നുണ്ടെങ്കിലും എന്ത് കണ്ടീഷൻസിലാണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുന്ന നമ്മുടെ ചില വാല്യൂസാണ്. അത് നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാല്യൂസ് ആയിരിക്കും. ചിലപ്പോൾ ചിലർക്കത് ഹോണസ്റ്റി ആയിരിക്കും. നമ്മൾ എന്ത് തല പോയാലും നമ്മൾ സത്യസന്ധത കീപ്പ് ചെയ്യും എന്ന് പറയുന്ന പോലെ, ചിലർക്ക് എന്തൊക്കെയാണെങ്കിലും സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ പല പല കോർ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ കുറേ വാല്യൂസ് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നും ഇതിലേതൊക്കെയാണ് നിങ്ങളുടെ കോർ വാല്യൂ എന്നുള്ളത്. അതിനകത്തൊരു 5 or 6 എണ്ണം, ദ ടോപ്പ് 5 or 6 നിങ്ങൾ പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന നിങ്ങളുടെ കോർ വാല്യൂസ്. നമ്മളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ഗോളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ, അത് നമ്മുടെ ഈ കോർ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കോർ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോർ വാല്യൂസിനെയൊക്കെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പലപ്പോഴും നമ്മുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്തു എന്ന് തോന്നാറുള്ളത്. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നത്, നമുക്ക് ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ഇല്ലാതെ വരുന്നതൊക്കെ പലപ്പോഴും നമ്മുടെ ഈ കോർ വാല്യൂസിനെ ആരെങ്കിലുമൊക്കെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ്. ഇതും നമ്മൾ ഈ കോർ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ കോച്ചിങ് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ക്ലയൻസുമായിട്ട് ഇരുന്ന് നമ്മൾ 1-on-1 സെഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീൽ ഓഫ് ലൈഫ് വെച്ചിട്ട് നമ്മൾ എവിടെയാണ് കറൻ്റ്ലി ഉള്ളതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഏകദേശം ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായി നമ്മൾ എന്തിലാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി, ഹെൽത്തിൽ ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്വാളിറ്റി ടൈം കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ഓരോ ഏരിയാസിലും എത്രയൊക്കെ വർക്ക് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് എത്ര വരെ വേണം, എനിക്ക് എന്തൊക്കെ വരെ ചെയ്യണം, എൻ്റെ ഗോൾ എന്താണ് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിലേക്കുള്ള എൻ്റെ ഗോൾ എന്താണെന്നുള്ളത് ഓരോ ഏരിയയിലും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ കരിയറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്, എനിക്ക് ഇന്നൊരു പൊസിഷനിലേക്ക് എത്തണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജോലി എനിക്കൊന്ന് മാറണം. അങ്ങനെ ഓരോന്നിനകത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ഗോൾ, അത് ഫിനാൻഷ്യൽ ഗോൾ ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്തിലുള്ള ഗോൾ ആയിക്കോട്ടെ, നമ്മുടെ സ്പിരിച്വാലിറ്റിയിലുള്ള ഗോൾ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഗോള് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇനി അടുത്തതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റ്. അതെന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ പറയും, ഇപ്പം എനിക്കൊരു ഇത്ര രൂപയാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയാണ് എനിക്ക് ഏർണിങ്സ് ഉള്ളത്, എന്നത് കുറച്ചധികം വരുന്നോട്ടെ, എന്തായാലും വിഷൻ ബോർഡ് സെറ്റ് ചെയ്യല്ലേ, ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ അടുത്ത മാസം തൊട്ട് വന്നോട്ടെ, അങ്ങനെ അങ്ങ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കാമെന്ന് വിചാരിക്കൂ. അങ്ങനെയാകുമ്പോൾ ഇത് വർക്കാവില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാദ്യം നമ്മൾ വിശ്വസിക്കണമല്ലോ. നമ്മൾ വിശ്വസിച്ചാലാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളതാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ ഇനി എത്ര വലുതും ആയിക്കോട്ടെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ എഴുതി വെച്ചിട്ടുള്ള ഗോൾസ് ഉണ്ടല്ലോ, ഈ ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് ഉള്ളതെന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എനിക്കിപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എങ്ങനെ കിട്ടാനോ, ഇതിനൊന്നുള്ള ഒരു സാധ്യതയില്ല എന്നുള്ള ഫീല് ചിലപ്പോൾ എനിക്ക് ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ അത്രയൊന്നും ഞാൻ ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ള തോട്ടും എനിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പ് വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ
അത്ര നല്ലൊരു റിലേഷൻഷിപ്പ് ഒന്നും ഞാൻ ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് ഡീപ്പിലി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിനിന് ഇതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. അപ്പോൾ നമ്മളെ എന്താണ് ലിമിറ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ബിലീഫ്, ഈ ഓരോ പോയിന്റിലും എനിക്ക് എന്താണ് വിശ്വാസം. ഇപ്പോൾ എനിക്ക് മണിയോട് ഒരു പോയിന്റ് വരെ ഭയങ്കര ഫിയർ ഉള്ളൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതായത് പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ നമ്മൾ നോക്കേണ്ടതാണ്, അങ്ങനെ സേവ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു പാറ്റേണിൽ ഞാനൊരു സമയത്ത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് പൈസ കൈകാര്യം ചെയ്യാനും പൈസയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളെയും ഭയങ്കര പേടിയോടെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു പോയിന്റ് വരെ. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്കൊരു പരിധി കൂടുതൽ പൈസ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് പ്രശ്നമാണ്, എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുമാണ് അതിനകത്ത് ഞാനൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്ലയൻസിൻ്റെ അടുത്തും ഇതുപോലെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിൽ ഏതൊക്കെ ഏരിയയിലാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഏരിയയിൽ ഇപ്പോൾ ലിമിറ്റിംഗ് ബിലീഫ്സ് ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് തോന്നും, ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കും എന്തായാലും ഇത് വരും, എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സബ് കോൺഷ്യസ് ബിലീഫ്സ് നമുക്കൊക്കെ ഉണ്ടായിരിക്കും, ഓരോ ഏരിയാസിലും ഉണ്ടായിരിക്കും. എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, എനിക്ക് ഇത്രേ കഴിവുള്ളൂ. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ് ഈ ഓരോ ഏരിയയിലും എന്താണെന്നുള്ളത് ഇരുന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി ഒരു ഇന്നർ വർക്കാണ്, കുറച്ചൊരു ഡീപ്പായിട്ടുള്ള വർക്ക് ചെയ്തിട്ട് നമ്മൾ വിഷൻ ബോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അത് ശരിക്കും റിസൾട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് എന്താണുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മറികടക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ഞാൻ ഡിസർവ് ചെയ്യുന്നുള്ളൂ എന്നുള്ള തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അങ്ങനെയല്ല, ഞാനിതൊക്കെ നന്നായിട്ട് ഡിസർവ് ചെയ്യുന്ന ആളാണ്, ഇതൊക്കെ അനുഭവിക്കാനുള്ള അവകാശമുള്ള അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ എന്നുള്ള വണ്ണം നമ്മൾ അതിനെ പോസിറ്റീവായിട്ടുള്ള ഈ ഓരോ ഏരിയയിലും ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ള ഓരോ ഏരിയയിലും അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് അഫർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള നമുക്കെന്നും പറയാൻ പറ്റുന്ന, നമുക്ക് പറയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന അഫർമേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതും ഈ വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആദ്യമൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്, എനിക്കിതൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്, എൻ്റെ ലൈഫിൽ വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ നല്ല ആളുകളാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചില അഫർമേഷൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ പറയുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് തന്നെ ആക്ച്വലി ക്രിഞ്ചടിക്കും, ഇതൊക്കെ നടക്കൂല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ് ഉണ്ടല്ലോ അത് അത്ര സ്ട്രോങ് ആണ്, ഇതിങ്ങനെയൊന്നുമല്ല, ഞാനിതൊന്നും ഡിസർവ് ചെയ്യുന്നില്ല, അത്ര സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മോൺസ്റ്റർ സൗണ്ടിനോടാണ് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഹാപ്പി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ പണ്ട് കരഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും ബ്രെയിൻ കൊണ്ട് നമ്മുടെ മുന്നിൽ നിരത്തിയിട്ട് ബ്രെയിൻ നമ്മളോട് പറയും അങ്ങനെയൊന്നുമല്ല, താനൊരു തോൽവിയാണ് എന്നുള്ള നമ്മുടെ ഇന്നർ ക്രിട്ടിക്ക് പറയും. പക്ഷേ നമ്മൾ എത്ര തവണ കൂടുതൽ പറഞ്ഞാണ് നമ്മുടെ പുതിയ ബിലീഫിനെ നമ്മുടേതാക്കുന്നത്. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്തിനാണെങ്കിലും നമ്മുടെ ബ്രെയിനിൽ ഉറപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പറയാനുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ച്വൽ പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും അധികം മാച്ച് ചെയ്യുന്ന ഇമേജസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിപ്പോൾ നമുക്ക് ഗൂഗിളൊക്കെ യൂസ് ചെയ്ത്, ഗൂഗിൾ ജെമിനിയൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ആക്ച്വൽ ഇമേജ് തന്നെ കൊടുത്തിട്ട് നമുക്ക് ഈ ഓരോ സിറ്റുവേഷനിൽ നമ്മളെ പ്ലേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇമേജ് ഉണ്ടാക്കി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിഷൻ ബോർഡ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലുള്ള ആളുകളുടെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ അത്തരത്തിലുള്ള ഇമേജസ്, ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസിൻ്റെ പിക്ചേഴ്സ്, ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആ കാര്യങ്ങളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പിക്ചേഴ്സ് നമുക്ക് ആ വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് കണ്ടെത്താം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ എടുത്തുകൊണ്ട് വരുന്ന ചിത്രങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിത പരിസരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ വിഷൻ ബോർഡുമായിട്ടൊരു കണക്റ്റ് ഫീൽ ചെയ്യില്ല. നമുക്കിത് നമ്മുടേതായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ചിത്രങ്ങൾ മാത്രം നോക്കിയെടുക്കാതെ നമ്മളുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു ടൂൾ, അപ്പോൾ ഫിസിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ തന്നെ വലിയൊരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് അതിൽ നമ്മുടെ വിഷൻ
ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് നമ്മുടെ അഫർമേഷൻസ് വേണമെങ്കിൽ നമുക്കതിൽ എഴുതി വെക്കാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പിൻട്രസ്റ്റിൽ പോവുക, ഇതുമായിട്ട് ഏറ്റവും അലൈൻഡായിട്ട് വരുന്ന ചിത്രങ്ങളെല്ലാം കൂടി എടുത്തിട്ട് അതൊരു ബോർഡ് സെറ്റ് ചെയ്ത് അത് നമ്മുടെ ഫോണിൽ വാൾപേപ്പറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലോ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള ഒരു വഴി. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കാണ് വീണ്ടും കണക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് വിഷൻ ബോർഡ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ ബ്രെയിനിന് നമ്മൾ ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടൂളാണ്. പലപ്പോഴും നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തത്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് തൃശ്ശൂർക്കാണ് പോകേണ്ടതെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ നമുക്കൊരു ആവശ്യത്തിന് തൃശ്ശൂർക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന വണ്ടികൾ കാണും. ചിലപ്പോൾ ആരെങ്കിലും തൃശ്ശൂർ സ്ലാങ് പറഞ്ഞാൽ അതുവരെ ശ്രദ്ധിക്കാത്ത നമ്മൾ പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അടുത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും സംസാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയൊരു വാക്ക് പഠിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നത്. ആ വാക്ക് കേട്ട് അല്ലെങ്കിൽ നമ്മളത് പഠിച്ചതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് തിരിച്ച് വീട്ടിൽ കയറുന്നതിന് മുന്നേ എവിടെന്നെങ്കിലും നമ്മൾ ഈ വാക്ക് കേൾക്കും. അപ്പോൾ നമ്മൾ ഓർക്കുകയും ചെയ്യും, ഇത് ഇന്നിപ്പോൾ ഞാൻ പഠിച്ചില്ലടോ ഉള്ളൂ, ഈ വാക്ക് എങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നത്. ആ വാക്ക് ആക്ച്വലി അതിന് മുന്നേ അവിടെ ഉണ്ട്. നമ്മളത് പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് എനിക്ക് ഇന്ന കാര്യത്തിൽ ഇവിടെയാണ് എത്തേണ്ടത് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അഫേം ചെയ്ത് ഭയങ്കരമായിട്ട് ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നല്ല ക്ലാരിറ്റി കിട്ടും, ഇതിലേക്കാണ് എനിക്ക് പോവേണ്ടത് എന്നുള്ളത്. ആൻഡ് ഓൾസോ എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഓരോ ഗോൾസിനോടും അറ്റാച്ച് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ എനിക്ക് അസുഖം വരരുത് എന്നല്ല, ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ദ പോസിറ്റീവ് ഫീൽ, ആ ഫീലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളത് ശരിക്കും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഉള്ളുകൊണ്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. എനിക്ക് കുറേ പൈസ വേണം എന്നുള്ളതല്ല, എനിക്ക് ഭയങ്കര അബണ്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉള്ളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഈ എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളിൽ ഫെമിലിയർ ആയാൽ മാത്രമാണ് അത് റിയലായിട്ട് സംഭവിക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതുമായിട്ടൊരു കണക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഹൗ നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കി അവിടെ വെച്ചാൽ മാത്രം, അല്ലെങ്കിൽ ബ്രെയിനിനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രം ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇടാണ്ട് നമ്മുടെ വിഷൻ ബോർഡിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും മാജിക്കലി സംഭവിക്കില്ല. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ, കാരണം നമ്മളും കുറച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഉറപ്പുള്ള പല കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യുക. ഞാൻ ഈ വർഷം ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അത് വിഷൻ ബോർഡിൽ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമല്ല, എനിക്കത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തത് കൊണ്ടുമാണ്. അപ്പോൾ അതുപോലെ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം. അല്ലാതെ ഒരു മാജിക്കും സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ എഫേർട്ടും നമ്മുടെ ആക്ഷനും നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസും ഒക്കെ കൂടെ അലൈൻ ചെയ്ത് വരുമ്പോഴാണ് വിഷൻ ബോർഡ്സിൽ മാജിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മാജിക്കലായിട്ടുള്ളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ഇയർ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവായി, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലുമൊക്കെ അച്ചീവ് ആവുന്ന പോയിന്റ്സിൽ യു ക്യാൻ ഓൾവേസ് കണക്ട് മീ, എന്നിട്ട് പറയാം ഇതിങ്ങനെ അച്ചീവായി എന്നുള്ളത്. സോ ദാറ്റ് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി അതിനകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ 2026. താങ്ക് യു സോ മച്ച്.